കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്തെ ഏറ്റവും ശ്രദ്ധേയകരമായ പോരാട്ട ഭൂമിയായി തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് മണ്ഡലം ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞു. മുന്നണികൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ ഇവിടെ മത്സരത്തിന്റെ വീറും വാശിയും ഇപ്പോൾ തന്നെ പ്രകടമാണ്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ IPS ഉദ്യോഗസ്ഥയുമായ R ശ്രീലേഖയും സിറ്റിംഗ് MLA ആയ VK പ്രശാന്തും തമ്മിലുള്ള പരസ്യമായ തർക്കങ്ങളാണ് ഈ രാഷ്ട്രീയ പോരാട്ടത്തിനെല്ലാം തുടക്കമിട്ടിരിക്കുന്നത്. കേവലം ഒരു MLA ഓഫീസ് ഒഴിപ്പിക്കുന്നതിനെ ചൊല്ലിയുള്ള വാഗ്വാദങ്ങൾക്കെല്ലാം അപ്പുറം വട്ടിയൂർക്കാവിന്റെ അധികാരം ഇനി ആർക്കെന്ന വലിയ ചോദ്യത്തിലേക്കാണ് ഈ വിവാദങ്ങളെല്ലാം വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറായ R ശ്രീലേഖ തന്റെ പ്രവർത്തനങ്ങൾക്കായി സ്ഥലത്തെ MLAയുടെ ഓഫീസ് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവർ ലക്ഷ്യം വയ്ക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വവും അതുപോലെ MLA പദവിയുമാണെന്ന് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാകുന്ന കാര്യം കൂടിയാണ്. തിരുവനന്തപുരം മേയർ പദവി വാഗ്ദാനം ചെയ്ത് BJP രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന R ശ്രീലേഖയ്ക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് സീറ്റ് നൽകാൻ സംഘപരിവാർ നേതൃത്വം ഇതിനോടകം തന്നെ തീരുമാനമെടുത്തതായാണ് സൂചനകളെല്ലാം. കേരളത്തിലെ ആദ്യ വനിതാ IPS ഓഫീസർ എന്ന നിലയിലുള്ള ശ്രീലേഖയുടെ വ്യക്തിപ്രഭാവം മണ്ഡലത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന് BJP കണക്ക് കൂട്ടുന്നുണ്ട്. എന്നാൽ എതിരാളി ആര് തന്നെ ആയാലും MLA ബ്രോ എന്നറിയപ്പെടുന്ന VK പ്രശാന്തിലൂടെ മണ്ഡലം നിലനിർത്താമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് CPM മുന്നോട്ട് പോകുന്നത്. പ്രളയകാലത്തും കോവിഡ് കാലത്തും തിരുവനന്തപുരം മേയർ എന്ന നിലയിൽ പ്രശാന്ത് നടത്തിയ പ്രവർത്തനങ്ങളും പിന്നീട് MLA ആയതിനുശേഷം മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികളും അദ്ദേഹത്തിന് വലിയ ജനപ്രീതി തന്നെ നേടിക്കൊടുത്തിട്ടുമുണ്ട്. സാധാരണയായി ഒരു സ്ഥാനാർത്ഥിക്ക് 2 ടൈം എന്ന നിബന്ധന CPM വെക്കാറുണ്ടെങ്കിലും വട്ടിയൂർക്കാവിൽ പ്രശാന്തിനെ പോലൊരു ജനകീയ നേതാവിനെ മാറ്റാൻ പാർട്ടി എന്തായാലും തയ്യാറാകില്ല എന്ന കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിച്ചാൽ വട്ടിയൂർക്കാവിൽ VK പ്രശാന്തിനുള്ള മേധാവിത്വം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാവുകയും ചെയ്യും. 61,111 വോട്ടുകൾ നേടി 44.40% വോട്ട് ഷെയറുമായാണ് അന്ന് അദ്ദേഹം വിജയിച്ചു കയറിയത്. BJPയുടെ VV രാജേഷിന് 39,596 വോട്ടുകളും അങ്ങനെ നോക്കുമ്പോൾ 28.77% വോട്ട് ഷെയർ ലഭിച്ചപ്പോൾ കോൺഗ്രസിലെ വീണ S നായർക്ക് 35,455 വോട്ടുകളുമായി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടേണ്ട സാഹചര്യമുണ്ടായി. ഇത്തവണയും മത്സരതരംഗം പ്രധാനമായും CPMഉം BJPയും തമ്മിലാകാനുള്ള സാധ്യതകളും ഏറെ തന്നെയാണ്. മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിൽ പ്രശാന്ത് നേടിയ സ്വാധീനവും ശ്രീലേഖയുടെ രംഗപ്രവേശവും കോൺഗ്രസിനെ ആശങ്കയിലാഴ്ത്തുന്നുമുണ്ട്. മുതിർന്ന നേതാവ് K മുരളീധരൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയത് കോൺഗ്രസ് ക്യാമ്പിലെ ആത്മവിശ്വാസത്തെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുമുണ്ട്. തൃശ്ശൂരിലോ കോഴിക്കോട്ടോ ഉള്ള സുരക്ഷിതമായ മണ്ഡലങ്ങളിലേക്ക് മാറാനാണ് മുരളീധരന്റെ താല്പര്യമുള്ളത്. വട്ടിയൂർക്കാവിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ തന്നെ വികസനത്തിനാണ് വോട്ടർമാർ എപ്പോഴും മുൻഗണന നൽകുന്നതെന്ന് മനസ്സിലാകാനും സാധിക്കും. ജാതിയും മതവും രാഷ്ട്രീയവും ചർച്ചയാകാറുണ്ടെങ്കിലും വോട്ടർമാർ ജനകീയ മുഖമുള്ള നേതാക്കളെ സ്വീകരിക്കുന്ന രീതിയാണ് ഇവിടെയുള്ളത്. 34 വയസ്സിൽ മേയറായി നഗരത്തിനെ തന്നെ മനം കവർന്ന പ്രശാന്തിനെ തോൽപ്പിക്കുക എന്നുള്ളത് ശ്രീലേഖയ്ക്ക് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. IPS പദവിയിലിരിക്കുമ്പോഴുണ്ടായിരുന്ന ഗൗരവം രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ ശ്രീലേഖയ്ക്ക് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമോ എന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. MLA ഓഫീസ് ഒഴിപ്പിക്കാനുള്ള നീക്കത്തിന് പിന്നിലെ ആവേശം ഒരു ജനപ്രതിനിധിക്ക് ചേരുന്നതല്ലെന്ന വിമർശനം ഇതിനോടകം തന്നെ CPM മണികളെല്ലാം ഉയർത്തിയും കഴിഞ്ഞു. ഈ വിഷയത്തിൽ BJP നേതൃത്വം പക്വമായ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ അത് വട്ടിയൂർക്കാവിൽ മാത്രമല്ല ജില്ലയിലെ BJPക്ക് തന്നെ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പോഴത്തെ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ശ്രീലേഖ VK പ്രശാന്തിന്റെ ഓഫീസിന് മുന്നിലെ, അതായത് മേയർ ബ്രോയുടെയും ആയിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ MLA ബ്രോ ആയിരിക്കുന്ന പ്രശാന്തിന്റെ ഓഫീസിന്റെ അതേ പ്രശാന്തിന്റെ ബോർഡിന് തൊട്ടുമുകളിൽ ഇപ്പോഴത്തെ ശ്രീലേഖയും ഓഫീസ് ബോർഡ് വെച്ചിരിക്കുകയാണ്. ഇനി മുതൽ എൻ്റെ ഓഫീസ് ഇതാണെന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതും ഇപ്പോഴത്തെ വലിയ വാർത്തയായി മാറുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്ത ആവേശം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാമെന്നാണ് BJP കണക്ക് കൂട്ടുന്നത്. കേരളത്തെ BJP ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലങ്ങളിൽ 5ഉം തിരുവനന്തപുരം ജില്ലയിലാണെന്നതും അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, കാട്ടാക്കട, ആറ്റിങ്ങൽ എന്നീ മണ്ഡലങ്ങളിൽ BJP ഒന്നാമതെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈ കണക്കുകൾ നിയമസഭയിലേക്ക് വരുമ്പോൾ അപ്രസക്തമാകുമെന്നത് ഇടതുപക്ഷം വാദിക്കുന്നുമുണ്ട്. കോർപ്പറേഷനിൽ ഭരണം BJPക്കാണെങ്കിലും വോട്ട് ശതമാനത്തിൽ ഇപ്പോഴും ഇടതുപക്ഷമാണ് മുന്നിലെന്നാണ് കണക്കുകളെല്ലാം വ്യക്തമാക്കുന്നത്. മാത്രമല്ല ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ BJPക്കും കോൺഗ്രസിനും നേരിട്ട തിരിച്ചടി ഇടതുപക്ഷത്തിന് വലിയ പ്രതീക്ഷകളും നൽകുന്നുമുണ്ട്. ഈ രാഷ്ട്രീയ ചർച്ചകൾക്കിടയിലാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെക്കുറിച്ചുള്ള ഗൗരവകരമായ ആരോപണങ്ങളെല്ലാം പുറത്തു വരുന്നത്. BJPക്ക് വലിയ മുൻതൂക്കം ലഭിച്ച ബൂത്തുകളിൽ വോട്ടർമാരെ കാണാനില്ലെന്ന റിപ്പോർട്ടുകൾ തെരഞ്ഞെടുപ്പിന്റെ സുതാര്യതയെ പോലും ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറുകയും ചെയ്തിട്ടുണ്ട്. നേമം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ 10,000-കണക്കിന് ആളുകളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ SIR കണക്കുകൾ വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് ആരോപണങ്ങളെല്ലാം. വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി വിതരണം ചെയ്ത എനുമറേഷൻ ഫോമുകൾ തിരികെ വരാത്തവരുടെ കണക്കിലാണ് ഈ അസ്വാഭാവികത കാണുന്നതും. BJP സ്ഥാനാർത്ഥി രാജു ചന്ദ്രശേഖർ വലിയ ഭൂരിപക്ഷം നേടിയ നേമം മണ്ഡലത്തിലെ പല ബൂത്തുകളിലും BLOമാർക്ക് വോട്ടർമാരെ കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. നേമത്തെ 5 ബൂത്തുകളിൽ മാത്രം 900-ലധികം പേർ
അപ്രത്യക്ഷരായവരുടെ പട്ടികയിലുമുണ്ട്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ 5163 പേരുടെ ഫോമുകൾ തിരികെ ലഭിച്ചിട്ടില്ല എന്നത് വലിയ തോതിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരിയും കൊളുത്തിയിട്ടുണ്ട്. ഇതിൽ ഗണ്യമായ ഒരു ഭാഗം ആളുകൾ അൺട്രേസബിൾ ആൻഡ് ആബ്സെന്റ് എന്ന കണക്കിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് കണ്ടെത്താനാകാത്തവർ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. നാലാഞ്ചിറയിലെ 14-ാം ബൂത്തിൽ മാത്രം 500-ലധികം ആളുകളുടെ വിവരങ്ങൾ ലഭ്യമേ അല്ല. ഇതിൽ 292 പേരെ BLOമാർക്ക് കണ്ടെത്താൻ പോലും സാധിച്ചിട്ടില്ല. സമാനമായ സാഹചര്യം കാട്ടാക്കട, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലും നിലനിൽക്കുന്നുമുണ്ട്. കാട്ടാക്കടയിൽ മാത്രം 25,000-ലധികം ആളുകളെ കണ്ടെത്താനായിട്ടില്ല എന്നത് ഗൗരവകരമായ ഒരു വസ്തുത കൂടിയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ കണക്കുകൾ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ വലിയ ചർച്ചയാകുന്നുമുണ്ട്. വട്ടിയൂർക്കാവിൽ ഇത്തവണയും CPMഉം BJPയും തമ്മിലുള്ള ഒരു വൻ പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത്. VK പ്രശാന്തിന്റെ വികസന റെക്കോർഡും അതുപോലെ R ശ്രീലേഖയുടെ വ്യക്തിപ്രഭാവവും വോട്ടർമാർ എങ്ങനെ നോക്കിക്കാണുമെന്നതും നിർണായകമായ കാര്യമാണ്. സർക്കാർ ഉദ്യോഗസ്ഥരും മധ്യവർഗ കുടുംബങ്ങളും കൂടുതലുള്ള വട്ടിയൂർക്കാവിൽ ഓരോ വോട്ടും വിലപ്പെട്ടതുകൂടിയാണ്. വോട്ടർ പട്ടികയിലെ അസ്വാഭാവികമായ മാറ്റങ്ങൾ രാഷ്ട്രീയ നീക്കങ്ങളും തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. BJP ഒന്നാമതെത്തിയ ബൂത്തുകളിൽ മാത്രം വോട്ടർമാരെ കാണാതാകുന്നത് ദുരൂഹമാണെന്ന് ഇടതുപക്ഷം ആരോപിക്കുമ്പോൾ പട്ടിക പരിഷ്കരണത്തിന്റെ സ്വാഭാവിക പ്രക്രിയ മാത്രമാണിതെന്ന നിലപാടിലാണ് BJP ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും വട്ടിയൂർക്കാവിലെ ഈ പോരാട്ടം വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി നിലനിൽക്കുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. ഇപ്പോൾ തന്നെ MLAയും അതുപോലെ തന്നെ ശ്രീലേഖയും തമ്മിലുള്ള തർക്കം വലിയ തരത്തിൽ രൂക്ഷമാവുകയാണ്. അവരുടെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ തരത്തിൽ അവരുടെ പരാതികളും അവരുടെ പ്രശ്നങ്ങളും അനുദിനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം തുടക്കത്തിൽ തന്നെ മനസ്സിലാവും ഇതുകൊണ്ടെല്ലാം അവർ പ്രതീക്ഷിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് എന്നത് തന്നെയാണ്. ആദ്യമേ തന്നെ പറഞ്ഞിരുന്നത് ശ്രീലേഖയ്ക്ക് നിയമസഭാ സീറ്റ് എന്നുള്ളത് തന്നെയായിരുന്നു ആദ്യമേ തന്നെ BJP കണക്ക് കൂട്ടിയിരുന്നെങ്കിലും പിന്നീടത് കൗൺസിലർ സ്ഥാനത്തേക്ക് മാറുകയും മേയർ സ്ഥാനം കൊടുക്കാമെന്നുള്ള വാഗ്ദാനത്തിലാണ് കൗൺസിലർ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുകയും ചെയ്യുന്നത്. എന്നാൽ കൗൺസിലറായി ജയിച്ചു വന്ന ശ്രീലേഖയ്ക്ക് മേയർ സ്ഥാനം കിട്ടിയില്ല എന്ന് മാത്രമല്ല അവർക്ക് അർഹിക്കുന്ന പരിഗണന ലഭിച്ചില്ല എന്നുള്ള പരാതിയും അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ഉള്ള ദിവസങ്ങളാണ്, അതായത് സത്യപ്രതിജ്ഞ ദിവസത്തിൽ പോലും അവർ കൃത്യമായി സത്യപ്രതിജ്ഞ നടക്കുന്ന സമയം അല്ലെങ്കിൽ മേയറായി തിരഞ്ഞെടുക്കുന്ന ദിവസം പോലും അവർ ഹാളിലിരിക്കാതെ ഇറങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് അവർ ന്യായീകരണമായും വിശദീകരണമായൊക്കെ വന്നിരുന്നെങ്കിലും അതെല്ലാം പലരും ചെവിക്കൊള്ളേണ്ട സാഹചര്യം ഉണ്ടായിട്ടുമില്ല. അങ്ങനെ വരുമ്പോൾ അവർക്കതിൽ വലിയ തരത്തിൽ അതൃപ്തി ഉണ്ടെന്ന് തന്നെ വ്യക്തമാകുന്ന സാഹചര്യം കൂടിയാണ്. അവരെങ്ങനെയും അവരുടെ പരിഭവങ്ങളെല്ലാം മാറ്റി കൂടെ നിർത്തുക എന്നുള്ളതാണ് BJP ലക്ഷ്യം വെക്കുന്നതും. അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും ഉറപ്പുള്ള വട്ടിയൂർക്കാവ് സീറ്റ് നൽകാമെന്ന വാഗ്ദാനമുള്ളതായാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അങ്ങോട്ട് ചെന്ന് VK പ്രശാന്തിനോട് തന്നെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതും അതുപോലെ ഒഴിഞ്ഞു തരണമെന്ന്, അതായത് MLA ഓഫീസ് ഒഴിഞ്ഞു തരണമെന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തത്. അത് പിന്നീട് വാർത്തയാവുകയും അത് വലിയ തരത്തിൽ ചർച്ചയാവുകയും ചെയ്യുമ്പോഴും അവർ ലക്ഷ്യം വെക്കുന്നത് വരുന്ന നിയമസഭാ സീറ്റിൽ വട്ടിയൂർക്കാവിൽ തന്നെ വേണം എന്നുള്ളത് തന്നെയാണ്. അവിടെ ഇനി നടക്കാൻ പോകുന്നത് വലിയ തരത്തിലുള്ള പോരാട്ടം തന്നെയായിരിക്കും. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി ആരാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല എങ്കിലും BJPയിലും CPMലും ഏതാണ്ട് സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും ഏറെക്കുറെ വ്യക്തവുമാണ്. അവിടെ ശ്രീലേഖയും അതായത് BJPക്ക് വേണ്ടി NDAക്ക് വേണ്ടി മുൻ IPSകാരായ R ശ്രീലേഖയും അതിനൊപ്പം തന്നെ CPMന് വേണ്ടി LDFന് വേണ്ടി VK പ്രശാന്തുമായിരിക്കും മത്സരിക്കാൻ കളത്തിലുണ്ടാകുക എന്ന കാര്യം ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട്. ഇനി അറിയേണ്ടത് കോൺഗ്രസിനായി UDFനായി ആരാണ് മത്സരിക്കാൻ പോകുന്നത് എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ ശക്തനായ സ്ഥാനാർത്ഥിയാണ് അവിടെ എത്തുന്നതെങ്കിൽ, കോൺഗ്രസിന് വേണ്ടിയിട്ട് ശക്തനായ സ്ഥാനാർത്ഥിയാണ് എത്തുന്നതെങ്കിൽ വലിയ തരത്തിലുള്ള ത്രികോണ മത്സരമാകും അവിടെ നടക്കാൻ പോകുക. ഇനി അതല്ല, അവിടെ മറ്റൊരു തരത്തിലാണ് ഉണ്ടാകുന്നതെങ്കിൽ അവിടെ VK പ്രശാന്തും അതുപോലെ ശ്രീലേഖയും തമ്മിലുള്ള കടുത്ത മത്സരത്തിനാവും വട്ടിയൂർക്കാവ് കളമൊരുങ്ങാൻ പോകുന്നത്.